സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ വീണ്ടും നട്ടെല്ല് വളച്ചില്ല. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഒന്നല്ല, രണ്ട് കാര്യങ്ങൾ. രണ്ടും ട്രംപിന് കനത്ത തിരിച്ചടിയാകുന്ന തീരുമാനങ്ങളാണ്. മാത്രമല്ല, രണ്ടും കൽപ്പിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇറാന്റെ നീക്കമെന്ന് വ്യക്തമാകുന്നതാണ് ഈ രണ്ട് തീരുമാനങ്ങളും. ഇത് ലോകരാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ എന്ത് പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നതും ചോദ്യമാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി മികച്ച തന്ത്രജ്ഞനുമായ അബ്ബാസ് അരാക്ചി 3 ആഴ്ച മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. തങ്ങൾക്ക് മേൽ വീണ്ടും അന്യായമായ ഉപരോധം കൊണ്ടുവന്നാൽ അന്താരാഷ്ട്ര ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറും. ഇറാൻ മുൻകൂട്ടി കണ്ടതുപോലെ തന്നെ സംഭവിച്ചു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കുതന്ത്രത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഇതോടെ IAEAയുമായുള്ള എല്ലാ സഹകരണവും നിർത്താൻ ഇറാനും തീരുമാനിച്ചു. മാത്രമല്ല, ആണവ വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ക്ഷണം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി നിരസിക്കുകയും ചെയ്തു. ആണവോർജ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കി. റഷ്യയുടെ സഹായത്തോടെയാണ് ഇറാൻ ആണവോർജ പദ്ധതികൾ വിശാലമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സവിശേഷമായ സാഹചര്യമാണ്. ഈ സാഹചര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇസ്രയേൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തുമ്പോഴാണ് ട്രംപ് ഇറാനുമായി ഒരു സമാധാന കരാറിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. അതിന് മറുപടിയായാണ് ആയത്തുള്ള അലി ഖൊമൈനി രംഗത്ത് വന്നത്. വളരെ ശക്തമായ വാക്കുകളിലൂടെ ദേശീയതയിൽ ഊന്നിയുള്ള പ്രസ്താവനയാണ് ഖൊമൈനി നടത്തിയത്. ഇറാന്റെ പരമാധികാരവും പ്രതിരോധ ശക്തിയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ആയത്തുള്ള അലി ഖൊമൈനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ട്രംപ്, നിങ്ങളുടെ ഡീൽ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ചർച്ചയല്ല, മറിച്ച് ബലപ്രയോഗവും ഭീഷണിയുമാണ്. അയാൾ ഒരു ഡീൽ മേക്കർ ആണെന്ന് അവകാശപ്പെടുന്നു, പക്ഷേ അയാളുടെ രീതി ബുള്ളിയിങ് ആണ്, സമാധാനമല്ല. 2018 അയാൾ ഇറാനെ അപമാനിച്ചു. ഞങ്ങളുടെ ജനങ്ങളോട് വാഗ്ദാനം ലംഘിച്ച് ആണവ കരാർ ഒറ്റയടിക്ക് ഉപേക്ഷിച്ചു. അതിനുശേഷം ഞങ്ങളുടെ സമ്പദ്ഘടനയെ ശ്വാസം മുട്ടിക്കാൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇപ്പോൾ സമാധാനം എന്ന് പറഞ്ഞ് ഞങ്ങളെ വീണ്ടും വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. ഇത് തന്ത്രമാണ്, ജനരോഷത്തെ മറയ്ക്കാനുള്ള മുഖംമൂടിയാണ്. ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് അഹങ്കാരത്തോടെയുള്ള സ്വപ്നം മാത്രമാണ്, സത്യമല്ല. ഇറാന്റെ ആണവോർജം ഒരിക്കലും നശിപ്പിക്കപ്പെടില്ല. ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ, ഞങ്ങളുടെ ജനത, ഞങ്ങളുടെ ദൃഢനിശ്ചയം ഇവയെല്ലാം ഞങ്ങളെ മുന്നോട്ട് നയിക്കും. അയാളുടെ ആക്രമണങ്ങൾ ഞങ്ങളെ ദുർബലപ്പെടുത്തിയിട്ടില്ല, മറിച്ച് ഞങ്ങൾ കൂടുതൽ ശക്തരാകുകയാണ് ചെയ്തത്. ഇറാൻ ആണവോർജം വികസിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് എന്ത് കാര്യം? ലോകത്ത് അമേരിക്കയുടെ സ്ഥാനം എന്താണ്? ട്രംപ്, നിങ്ങളുടേത് ഒരു ഭീകര രാജ്യമാണ്. ഗാസയിൽ ഇസ്രയേലിന്റെ യുദ്ധക്കുറ്റങ്ങളുടെ സഖ്യകക്ഷിയാണ് നിങ്ങളുടെ രാജ്യം. ഞങ്ങളുടെ ആണവ സൈറ്റുകളിൽ ആക്രമണം നടത്തി ഞങ്ങളുടെ ജനതയെ ആക്രമിച്ചു, എന്നിട്ട് സമാധാനം എന്ന് പറയുന്നു. ഇത് വഞ്ചനയാണ്. മാർച്ചിൽ UAE വഴി അയച്ച കത്തുപോലെ ഇതും വഞ്ചനയാണ്. ഞങ്ങൾ ആണവായുധ വ്യാപന നിരോധന ഉടമ്പടിയിൽ തുടരും, കാരണം ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രമാണ്. പക്ഷേ IAEAയെ രാഷ്ട്രീയമായി ഉപകരണമായി ഉപയോഗിക്കുന്നതിനെ എതിർക്കും. അവർ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ അപലപിച്ചില്ല, ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തി. അവരുടെ പരിശോധന ഇനി അനുവദിക്കില്ല. ഞങ്ങളുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ അനുവദിക്കാതെ ഒരു ക്യാമറയും ഇവിടെ പ്രവർത്തിക്കില്ല. ഇറാൻ ഒരിക്കലും ട്രംപിന്റെ ഭീഷണികൾക്ക് കീഴടങ്ങില്ല. ഞങ്ങളുടെ പരമാധികാരവും ശക്തിയും ഞങ്ങൾ സംരക്ഷിക്കും. നോക്കൂ, അമേരിക്കയുടെ നടപടികൾക്ക് എണ്ണിയുള്ള മറുപടിയും ട്രംപിനെ ഒട്ടും കൂസാതെയുള്ള വാക്കുകളുമാണ് ആയത്തുള്ള ഖൊമൈനി തൊടുത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 1, ഇറാൻ ആലോചിച്ചുറപ്പിച്ച് കടുത്ത നിലപാടിലാണ്. 2, ഇനി വിശ്വസിക്കാൻ കൊള്ളാത്ത അമേരിക്കയുമായി, പ്രത്യേകിച്ച് ട്രംപുമായി ഒരു ചർച്ചയുമില്ല. 3, ആണവായുധ നിരോധന ഉടമ്പടിയുമായി മുന്നോട്ടു പോകും, പക്ഷേ അമേരിക്കയുടെ സഹസ്ഥാപനം പോലെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി സഹകരിക്കില്ല. അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കില്ല, ആണവോർജ പരിപാടികളുമായി മുന്നോട്ടു പോകും. മാത്രമല്ല, ട്രംപിന്റെ വഞ്ചനയെ ഖൊമൈനി എടുത്തു പറയുന്നുണ്ട്. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച് ട്രംപ് 2025 മാർച്ചിൽ, അതായത് ഈ വർഷം മാർച്ചിൽ UAE വഴി ആയത്തുള്ള ഖൊമൈനിക്ക് കത്തയച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ പിരിമുറുക്കങ്ങൾ അവസാനിപ്പിക്കാനും ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുമുള്ള ഔദ്യോഗിക ക്ഷണമായിരുന്നു ആ കത്ത്. എന്നാൽ പിന്നീട് എന്താണ് കണ്ടത്? ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നു, അതിന് ട്രംപ് പിന്തുണ നൽകുന്നു. പിന്നാലെ
അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുന്നു. ഈ ആക്രമണത്തിന് മുന്നോടിയായുള്ള വഞ്ചനയായിരുന്നു ആ കത്ത് എന്ന് തന്നെയാണ് ഖൊമൈനി പറഞ്ഞത്. ഇതിനു മുമ്പും ട്രംപിൽ നിന്ന് സമാനമായ വിശ്വാസ വഞ്ചന ഇറാൻ ഉണ്ടായിട്ടുണ്ട്. 2018 ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് അതിനൊരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള ട്രംപിനെ ഇനി വിശ്വസിക്കാനില്ലെന്ന നിലപാടിൽ തന്നെയാണ് ആയത്തുള്ള അലി ഖൊമൈനിയും ഇറാൻ ഭരണ നേതൃത്വവും ഉള്ളത്. തങ്ങളെ ഉപരോധത്തിലൂടെ ക്ഷീണിപ്പിച്ച് ആക്രമിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇറാന്റെ വിലയിരുത്തൽ. ഇറാൻ അത് കരുതിയിരിക്കുകയുമാണ്. അത് മുന്നോടിയായുള്ള തന്ത്രമാണോ ട്രംപിന്റെ സമാധാന ചർച്ചയ്ക്കുള്ള ക്ഷണം എന്ന് തന്നെയാണ് ഇറാൻ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള മറുപടി ഖൊമൈനി നൽകിയത്, ശക്തമായ മറുപടി നൽകിയത്. ആയത്തുള്ള അലി ഖൊമൈനിയെ ഇസ്രയേൽ ലക്ഷ്യമിടും എന്നതും ഇറാൻ അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള സുരക്ഷ തന്നെയാണ് ഖൊമൈനിക്ക് ഇറാൻ കാലങ്ങളായി ഒരുക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു സംഘർഷ സാഹചര്യത്തിന് ശേഷം സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സമ്മർദ്ദത്തിന്റെ ഫലമായി ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനുമാണ് ഇറാനെതിരെ വീണ്ടും ഉപരോധം കൊണ്ടുവന്നത്. ഇത്തവണ ആണവായുധ ഭീഷണി ഉയർത്തിയല്ല ഉപരോധം, അത് ശ്രദ്ധിക്കണം. മറിച്ച് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിയന്ത്രണം വേണം എന്നതാണ് പുതിയ ആവശ്യം. അതായത് ഇറാന്റെ മിസൈൽ ശേഖരത്തെ അത്രത്തോളം ഇസ്രയേലും അമേരിക്കയും പേടിക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്രയേലിൽ ഇറാനെതിരെ ചില യുദ്ധസന്നാഹങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതിനൊപ്പം അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇസ്രയേൽ തീരത്തുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ആക്രമിക്കാനും ഉപരോധം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് മറുഭാഗത്ത് സമാധാന ഡീൽ ഉണ്ടാക്കാനുള്ള നീക്കം. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ആയത്തുള്ള അലി ഖൊമൈനി അതിനെ വഞ്ചന എന്ന് വിളിച്ചത്. അമേരിക്കൻ ഇസ്രയേൽ നീക്കങ്ങളെ രണ്ടും കൽപ്പിച്ച് നേരിടാൻ ഇറാന് കരുത്തു പകരുന്നത് റഷ്യയുടെയും ചൈനയുടെയും കൂട്ടാണ്. റഷ്യയിൽ നിന്ന് ചില അത്യാധുനിക വിമാനങ്ങളടക്കമുള്ള ആയുധങ്ങൾ ഇറാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഇതിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും എയർ ടു എയർ മിസൈലുകളും ഉൾപ്പെടും. കൂടുതൽ ആയുധ ഇടപാടുകൾ ഉടൻ നടക്കുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ആണവോർജ സഹകരണ കരാറിലും ഇറാൻ റഷ്യയുമായി ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനൊപ്പം 12 യുദ്ധസമയത്ത് തങ്ങളുടെ ഭാഗത്തു വന്ന പിഴവുകളെ ഇറാൻ തിരുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല റഷ്യൻ ആയുധങ്ങൾക്ക് പുറമെ ആഭ്യന്തരമായി നിർമ്മിച്ച കൂടുതൽ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഇറാൻ വികസിപ്പിച്ച് പരീക്ഷിച്ച് അത് ആയുധപ്പുരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇസ്രയേലിന്റെ എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ പോകുന്ന മിസൈലുകളാണ് അണിയറയിൽ ഉള്ളതെന്നാണ് അവരുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ചൈനയും ഇറാനെ ആയുധ നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ നൽകി സഹായിക്കുന്നുണ്ട്. മാത്രമല്ല റഷ്യ, ചൈന, ഉത്തര കൊറിയ കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ ഏറെ നിർണായകമായ അംഗവുമാണ് ഇറാൻ. ഇതെല്ലാം ഇറാന് കരുത്താണ്. ഒപ്പം ബ്രിക്സ് രാജ്യങ്ങളുടെ പിന്തുണയും ഇറാൻ പ്രതീക്ഷിക്കുന്നു. ഏത് ആക്രമണം വന്നാലും അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഇറാന് ഒറ്റയ്ക്ക് കരുത്തുണ്ടെന്നും അവരുടെ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്നു. ഇറാൻ അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ അതിൻ്റെ തിരിച്ചടി അമേരിക്കയ്ക്കും നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുൻ സൈനിക ഉന്നതരടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഉപരോധങ്ങളെ നേരിട്ടുള്ള പരിചയം ഇറാനുണ്ട്. അത് അവരെ ആഭ്യന്തരമായി കരുത്തരാക്കിയിട്ടേ ഉള്ളൂ എന്നാണ് വിദേശകാര്യ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ അങ്ങനെ പെട്ടെന്ന് ക്ഷീണിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യയുടെയും ചൈനയുടെയും ഇപ്പോഴുള്ള ഉറച്ച പിന്തുണ, അത് സാമ്പത്തികമായും സൈനികമായുമുള്ള പിന്തുണ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെയോ ഒരു സമ്മർദ്ദ തന്ത്രത്തിനും നിന്നുകൊടുക്കേണ്ട എന്ന് തന്നെയാണ് ഇറാന്റെ വ്യക്തമായ തീരുമാനമെന്ന് നമുക്ക് വിലയിരുത്താം. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാക്കാം. നന്ദി, നമസ്കാരം.